ചരിത്ര പ്രാധാന്യമുള്ള നീലേശ്വരം കോവിലകം ചിറനാശത്തിന്റെ വക്കിലാണ്. കാസർഗോഡ് ജില്ലയിൽ പ്രധാന ജലാശയങ്ങളിൽ ഒന്നാണ് പരിപാലിക്കാൻ ആളില്ലാതെ നശിക്കുന്നത്. ചിറയുടെ ഇരുഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയും ഉയർത്തുന്നു. രാജഭരണകാലത്തെ നിരവധി ചരിത്ര സ്മാരകങ്ങളാണ് നീലേശ്വരത്ത് പരിപാലിക്കാതെ നശിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോവിലകം ചിറ. ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലൊന്നായ ചിറയിൽ ഇപ്പോൾ കാടും ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. റോഡിനോട് ചേർന്ന ചിറയ്ക്ക് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ ഇരുഭാഗങ്ങളിൽ കൂടി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാണ്. ഭാഗങ്ങളും കാടുമൂടി ചിറയുടെ അരികിടിഞ്ഞു വീഴുന്നതും റോഡിന് ഭീഷണിയാണ്. തളിയിൽ ക്ഷേത്രത്തിലെ ആറാട്ടിനും മന്നൻ പുറത്തുകാവസത്തിനും ചിറയിൽ ഇറങ്ങി ആചാരകർമ്മങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ചിറ സംരക്ഷിക്കാനോ നവീകരിക്കാനോ രാജകുടുംബം തയ്യാറാവുന്നില്ല. ഇവിടുത്തെ രാജാവിൻ്റെ ഇനിഷ്യേഷനിൽ കോലത്ത് തൊട്ടിട്ട് തന്നെ ഒരു ചിറ വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ മുകളിൽ ഇവിടുത്തെ അന്നത്തെ ആൾക്കാർ കൈകൊണ്ട് അധ്വാനിച്ചത് കൈക്കോട്ടും കൊണ്ടൊക്കെ എടുത്ത് അതുകൊണ്ട് തന്നെ കൈതോട്ട് ചിറ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇതിൻ്റെ സ്ഥിതി വളരെ മോശമാണ്, നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. നഗരസഭാ അധികാരികൾ ഉൾപ്പെടെ നിരവധി ഏജൻസികൾ കുളം നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനും മുന്നോട്ട് വന്നെങ്കിലും പദ്ധതി എങ്ങുമെത്തിയില്ല. മുൻപ് ജില്ലാതല നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും ചിറയിൽ നടത്തിയിരുന്നു. മഴക്കാലത്ത് വെള്ളമുയർന്നതിനാൽ ചിറ ഏത് വഴിയേതെന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് ശുചിത്വം കേരളം പദ്ധതിയുടെ ഭാഗമായി കോവിലകം ചിറ ശുചീകരിച്ചിരുന്നു. അതിനുശേഷം നഗരസഭാ സർക്കാരിന് പ്രൊജക്ട് സമർപ്പിച്ചെങ്കിലും ചിറയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഉടമസ്ഥാവകാശം ലഭിച്ചാൽ ജലസേചന വകുപ്പും ചിറ സംരക്ഷിക്കാൻ തയ്യാറാണ്. സൗന്ദര്യവൽക്കരണം നടത്തിയാൽ കോവിലകവും അനുബന്ധ ചരിത്ര സ്മാരകങ്ങളും കൂട്ടിയിണക്കിയാൽ ടൂറിസം സാധ്യതകളും വികസിപ്പിക്കാൻ കഴിയും. ഇത് സംരക്ഷിച്ചിട്ട് നല്ലൊരു പാർക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടുത്തെ വളരെ സീനിയർ സിറ്റിസനായ ആൾക്കാർക്കും വൈകുന്നേരങ്ങളിൽ വന്ന് നിർത്തുവാനോ വ്യായാമം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നൊരു ഇതാണ്. കാടുമൂടിയ ചിറയിൽ ഇപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പതിവാണ്. നഗരസഭയിൽ നിന്ന് ഡ്രൈനേജ് വഴിയെത്തുന്ന മാലിന്യങ്ങളും ചിറയിൽ പതിക്കാറുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.